ഇനി നമുക്കൊരു നാടകം കളിക്കാം, ജീവിത നാടകം. നമുക്ക് ചുറ്റുമുള്ള അനുഭവങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ സന്തോഷം നമ്മൾ തിരിച്ചറിയേണ്ടത്. എന്താ മിണ്ടാതിരിക്കാനോ? പറ്റില്ല, അങ്ങനെ പറ്റില്ല. പിന്നെ ഒരു കാര്യം ഓർത്താൽ കൊള്ളാം, ഇന്ന് എനിക്കാണെങ്കിൽ നാളെ നിങ്ങൾക്കുമാകാം. ആ ദേ ആരോ ഓടി വരുന്നു, ഞാൻ പോകുന്നു, പിന്നെ വരാം. ഞാനത് ചെയ്തു, ചെയ്യേണ്ടി വന്നു. എന്താ സാവിത്രി, എന്ത് പറ്റി? എന്ത് പറ്റാൻ? എന്റെ മകളെ അവൻ. നിന്റെ മകളെ അവനോ? എന്താ സാവിത്രി? അവന്റെ തലയ്ക്ക് അടിച്ചു ഞാൻ. കുഞ്ഞനെ. കുഞ്ഞനോ? നീ എന്താ ഈ പറയുന്നേ? നിന്റെ ഓമന മോനല്ലേ? അതെ, എന്റെ ഓമന മോനാ. അവനാ എന്റെ മോളെ കയറി പിടിച്ചത്. ഞാൻ അപ്പോൾ കണ്ടില്ലായിരുന്നെങ്കിൽ. അവൻ അവൻ എനിക്ക് ഈ സന്താനം വേണ്ട. നീ ഇങ്ങതാ, ഞാൻ വളർത്തിക്കൊള്ളാം എന്റെ പൊന്നോമനയെ. മക്കളെ, ഞാൻ വളർത്തിക്കൊള്ളാം എന്റെ പൊന്നോമനയെ, എന്റെ കുഞ്ഞനെ. മക്കളെ, ചക്കരയല്ലേ, മുത്തല്ലേ? അതെ, ഞാൻ വളർത്തിക്കൊള്ളാം. ഞാൻ അങ്ങനെ വളർത്തിയിട്ടും, കൊല്ലാൻ വിടാതെ വളർത്തിയിട്ടും. അയ്യോ, അവന്റെ പെരുമാറ്റം ഞാൻ മനസ്സിലാക്കിയതാ. നിന്റെ കുഞ്ഞനല്ലേ അവൻ? അതാ ഞാനും പറയാത്തത്. നിങ്ങളുടെ മോനല്ലല്ലോ, അല്ലേ? എന്റെ മോൻ ഇപ്പോഴും അങ്ങനെയാ. പൈസ കൊടുക്കാത്തത് കൊണ്ട് സ്കൂളിൽ പിള്ളേരുമായി തല്ലുകൂടിയതായി പറയുന്നത് കേട്ടു. നന്നായി പഠിച്ചിരുന്ന എന്റെ മോനെ അവരാ വഴി തെറ്റിച്ചത്. നിന്റെ ഒരു അമ്മ പോടാ, നീ പഠിച്ച് ജോലി ചെയ്തത് കാണുമല്ലോ. മോനെ, എനിക്ക് പോണം. അവനിപ്പോൾ എന്ത് പറ്റിയോ? എനിക്ക് അവനെ കാണണം. മോനെ, സാവിത്രി, സാവിത്രി നില്ലേ? കണ്ടോ, ഇതാണ് മാതൃത്വം. പൊറുക്കാനും തെറ്റുതിരുത്തിക്കാനും നേർവഴിയിലേക്ക് കൊണ്ടുവരാനും ഒരമ്മയ്ക്ക് കഴിയും. പിന്നെ നിങ്ങൾ കേട്ടതാ, മറ്റേ സാധനം ഉപയോഗിച്ചാൽ ഇവിടെ അമ്മയാര് പെങ്ങളാര് എന്ന തിരിച്ചറിവുണ്ടോ? എന്തും ചെയ്യും. അത് തന്നെ. അതുകൊണ്ട് മയക്കുമരുന്നിനെ ഈ നാട്ടിൽ നിന്നും കെട്ടുകെട്ടിച്ചേ തീരൂ. അതിന് നമ്മൾക്ക് ശ്രദ്ധയുണ്ടായിരിക്കണം. ദേ, ഒരു കക്ഷി വരുന്നുണ്ട്. അടിപൊളിയാണെന്ന് തോന്നുന്നു. ആ വരവ് ശരിയല്ല, കലിപ്പ് തന്നെ. നമുക്ക് കാണാം. ഏയ് നെല്ല്, നിന്റെ കൂടെ ഓടാൻ തുടങ്ങിയിട്ട് കുറെ നേരായി. ഒരു ഒളിമ്പിക്സുകാരി. നിങ്ങൾക്ക് പ്രാന്താണെങ്കിലേ ഊളംപാറ പോയി കിടക്കി. ആ അതേടി, എനിക്ക് പ്രാന്താണ്. അങ്ങനെ ഊളംപാറയിൽ പോവണമെങ്കിലേ നിന്നെ ഞാന് രണ്ടായി വലിച്ച് കീറി സ്റ്റിക്കറാക്കി ചുവരിൽ ഒട്ടിച്ചിട്ടേ പോകൂ. നിങ്ങൾ എന്റെ വായിലിരിക്കണോ നല്ലതും കേൾക്കും. ഞാൻ കേൾപ്പിക്കാം, നിങ്ങളിത് കേൾക്കണം. എവരുടെ മരുമകളുടെ ആ പെങ്കൊച്ചെവിടെ? ആ പെങ്കൊച്ചെവിടെ? ആ നീങ്ങി വാ, പതുക്കെ പതുക്കെ. ഈ ഓട്ടക്കാരിയെ പോലെ ഈ കൊച്ചിന് ഓടാനാകുമോ? ഇതൊരു ചരക്കല്ലേ. ഓ, കണ്ട, നിങ്ങൾ കണ്ടല്ലോ ഈ മരുമോളോടുള്ള അമ്മാവിക്കുള്ള സ്നേഹം. അടുത്ത് വന്നാൽ ആകർഷിച്ച് ദൂരെ പോകും. എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിലോ ഓടി അടുത്ത് കൂടും. പിന്നെ ഓ, എൻ്റെ ചക്കരല്ലേ, എൻ്റെ കൂമ്പല്ലേ, എൻ്റെ
കൊടലല്ലേ ഓ എന്നൊക്കെ പറഞ്ഞ് ഈ കൊച്ചിനങ്ങ് ഒതുക്കും. എന്റെ ഈശ്വര, എത്രയോ നല്ല ആളുകൾ ചാകുന്നു. ആ ശരി തന്നെ, അതാണ് നീ ഇങ്ങനെ കിടക്കുന്നത്. ഇതുപോലെയുള്ള അമ്മായിമാര് ഭൂമിക്ക് ഭാരമാണ്. ഒരു കാര്യം മനസ്സിലാക്കിക്കോ, മരുമോള് നമ്മുടെ മോള. പറഞ്ഞു വന്നപ്പോ കാട് കയറി അങ്ങ് പറഞ്ഞു, ഈ അമ്മാവിക്ക് ഇവളുടെ വയറ്റിൽ വളരുന്നത് ആണോ പെണ്ണോ എന്നറിയാൻ എന്തോ ചെയ്യണമെന്ന്. ഞാൻ ചെയ്യണമെന്ന് നീ മിണ്ടല്ലേ? നീ മിണ്ടല്ലേ? എനിക്ക് പഠിപ്പും വിവരമൊന്നുമില്ല, എന്നാലും ഞാൻ ചോദിക്കണതാണ്. അത് ചെയ്താൽ വയറ്റ് കിടക്കണ കുഞ്ഞിന് കുഴപ്പം വരില്ലേ? കുട്ടി പെണ്ണാണെങ്കിൽ നശിപ്പിക്കാനെന്ന. അമ്പടി കാമി, ആ പരിപ്പ് ഇവിടെ വേവില്ല കേട്ടോ. അതെങ്ങനെ മടക്കി ചുരുട്ടി അവിടെ വെച്ചരാ. ദേ തള്ളേ. അതെ, ഞാൻ തള്ളയാ. അതാ ഈ വിഷമം. മേഡം ഒന്ന് കേള്. പെൺകുട്ടി ഇല്ലാതായാൽ ഭാവിയിൽ അമ്മ വേണ്ടയോ? അമ്മ വേണ്ടേ അടുത്ത തലമുറയ്ക്ക്? ഇതോടെ ഈ തലമുറയോടെ ഇനി മനുഷ്യൻ ഈ ഭൂമിയിലേക്ക് വേണ്ടെന്നാണോ? ആണും പെണ്ണും വേണം. കണ്ട, പണ്ട് എഴുതി വെച്ചതേ കാണാനല്ല. ആണോ പെണ്ണോ എന്നതല്ല ഇവിടുത്തെ പ്രശ്നം. കുഞ്ഞ് ആരോഗ്യമുള്ളതാകണം. അത് നേരത്തെ അറിയുന്നത് നല്ലത് തന്നെ. അതിനാ സ്കാൻ ചെയ്യേണ്ടത്. അങ്ങനെ പറ മോളെ. നമുക്ക് ഇങ്ങനെയുള്ള കുറെ പുഴുക്കുത്തുകളെ മാറ്റേണ്ടിയിരിക്കുന്നു. അറിവില്ലായ്മയാണ് ശാപം. അത് അറിവുള്ളവർ പറഞ്ഞു കൊടുത്താൽ കേൾക്കും. പണ്ട് ചെയ്തത് ശരിയെന്നാണ് ചിലരുടെയൊക്കെ വായ്പ്. മാഡം പ്ലീസ് കം. ഈ കൊച്ചിനെ കൊണ്ട് വീട്ടിൽ പോയാട്ടെ. സ്കാനിങ് ക്യാൻസൽഡ്. എന്താ അഭിപ്രായം? അല്ല പിന്നെ, വളരെ ചെറുപ്രായത്തിലെ പഠിക്കാനുള്ള പ്രായത്തിൽ പെൺകുട്ടികളുടെ താല്പര്യം പോലും നോക്കാതെ കല്യാണം കഴിപ്പിക്കുന്നുണ്ട്. അത് ചെയ്യുന്നത് വിവരമുള്ള രക്ഷകർത്താക്കളാ. ഒരുമിച്ച് ജീവിക്കുന്ന പങ്കാളികൾക്ക് 10 അതിലധികമോ വയസ്സ് വ്യത്യാസം. ഇത് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടാക്കുന്നു. അവരുടെ ചിന്തയിലും പ്രവൃത്തിയിലും ഉണ്ടാകുന്ന ഈ വ്യത്യാസം കുടുംബജീവിതത്തിലും ഉണ്ടാകും. അത് തന്നെ മോളെ. മെമ്പറെ, ഗാർഹിക പീഡനം ഇപ്പോഴും കുറവില്ല. പെൺകുട്ടികൾ പലതും വീട്ടുകാരോട് പറയാറില്ല. അത് ശരിയാ. ഞാൻ തന്നെ എത്ര കേസ് അറ്റൻഡ് ചെയ്തിരിക്കുന്നു. കടം വാങ്ങിയും ലോൺ എടുത്തും തന്നെ അയച്ചതല്ലേ എന്ന ചിന്ത പെൺകുട്ടികൾ വീട്ടുകാരെ അറിയിക്കുന്നില്ല. സ്ത്രീധനം എന്ന ദുരാചാരം നിർത്തലാക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. സ്ത്രീധനം കൊടുക്കുന്നതും വാങ്ങുന്നതും ഇല്ലാതാക്കണം. അതാ വേണ്ടത്. ഒക്കില്ലെന്നോ? ഒക്കണം. ഇനി പൊളിച്ചെഴുതണം. എഴുതിയേ പറ്റൂ. ഇല്ലെങ്കിലേ മാറ്റുമതികളിൽ നിങ്ങളെത്താൻ. ഓർമ്മയിരിക്കട്ടെ. നിന്നോട് ഞാൻ കുറെ നേരമായി പറയണു, മരണം ഒന്നിനൊരു പരിഹാരമല്ല. നോക്ക്, മരിക്കാൻ എളുപ്പമാണ്, ജീവിക്കാനല്ലേ ബുദ്ധിമുട്ട്. ഗീതേ, നിനക്ക് നമ്മളുണ്ട്. നിന്റെ ബുദ്ധിമുട്ട് നമ്മുടേതുമാണ്. നിങ്ങൾക്ക് ആർക്കും എന്നെ സഹായിക്കാൻ പറ്റില്ല. എനിക്കറിയാം. കടം കയറി മുടിഞ്ഞു.
വീട് ജപ്തി ചെയ്യാറായി. ബാങ്കുകളിൽ നിന്ന് നിരന്തരം വിളി, കുട്ടികളുടെ പഠിത്തം. എനിക്ക് വയ്യ. ഇതേ നിന്നെ പോലെ അനേകം പേരെ ചേർത്ത് നിർത്തിക്കൊണ്ടാണ് ഇവിടെ സ്ത്രീ കൂട്ടായ്മ ഉണ്ടാക്കിയിട്ടുള്ളത്. അവർക്ക് തൊഴിൽ നൽകിയിട്ടുള്ളത്. അതിലൂടെ അവരുടെ ജീവിതം മെച്ചപ്പെട്ടത്. കരഞ്ഞാൽ മാത്രം കാര്യം നടക്കുമോ? മരിച്ചു കഴിഞ്ഞാൽ നിന്റെ കുട്ടികളുടെ കാര്യം എന്താകുമെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ മക്കൾ, അവരുടെ ഭാവി. ഗീതേ, ഞങ്ങളില്ലേ കൂടെ? നീ ധൈര്യമായിട്ടിരിക്കൂ. ഇനി നീ ഒറ്റയ്ക്കല്ല, നിന്റെ കൂടെ ഞങ്ങളുണ്ട്. ഇനി മുതൽ നിന്റെ മക്കളും ഞങ്ങളുടെ മക്കളാണ്. നിത്യമെല്ലാരും ഒന്നു വിശ്രമിച്ചിടാം പോകാം. അത്രയേ ഉള്ളു ലോക ജീവിതം. പഠിക്കണം അന്യരെല്ലാരും നമ്മൾ മാനവ സഹോദര. കണ്ടോ, അതാണ് വേണ്ടത്. എവിടെ താഴ്ന്നുവോ വേദനിക്കുന്നുവോ അവിടെ സഹായം ഉണ്ടാവണം. സ്ത്രീകൾ വീടിന്റെ വിളക്കാണെന്നാ പറയാറ്. ആ ദീപം ജ്വലിച്ചു നിൽക്കണം, ഒരു മാർഗദീപമായി. അമ്മേ, അമ്മേ, ഞാനും മോളും എത്ര തവണ പുറകേന്ന് വിളിക്കുന്നു. അമ്മ വീട്ടിലോട്ട് വരണം. ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. വേണ്ട മോളെ, ഇനി ആ വീട്ടിലേക്കില്ല. നീ പറഞ്ഞതാ ശരി. ഞാൻ വലിഞ്ഞു കയറി കിടക്കാൻ പാടില്ലായിരുന്നു. ആദായമില്ലാത്ത എന്നെ പോലുള്ളവരെ വീട്ടിൽ നിന്നും കാലിയാക്കുന്നതാ നല്ലത്. വേണ്ട, എനിക്ക് മുത്തച്ഛി വേണം. ഈ രഞ്ജുമോക്ക് കഥ പറഞ്ഞു തരാൻ ആരാ? പാട്ട് പാടിത്തരാൻ ആരാ? മുത്തച്ഛി വാ, മുത്തച്ഛി വാ, മുത്തച്ഛി. മോള് വിളിക്കുന്നത് കണ്ടോ? അമ്മ പറഞ്ഞാലേ അവൾ കേൾക്കൂ. ഞാൻ പറഞ്ഞാൽ അവൾ കേൾക്കുമെന്ന് അമ്മ കരുതുന്നുണ്ടോ? നീ പറഞ്ഞാൽ അവൾ കേൾക്കുമായിരിക്കും. ഞാൻ അമ്മയോട് പിണക്കാം. മുത്തച്ഛി വന്നില്ലെങ്കിൽ ഈ രഞ്ജുമോളെ അറിയാലോ. അമ്മേ, കുഞ്ഞുനാളിൽ എന്തെല്ലാം തെറ്റ് ചെയ്തു? അതെല്ലാം എന്റെ അമ്മ പുറത്തില്ലേ? എന്നെ ശിക്ഷിച്ചില്ലല്ലോ. ദേ, ഞാൻ കാര്യമായിട്ട് പറയുകയാ. അമ്മ ശരണാലയത്തിൽ പോവുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വീട്ടിലേക്കില്ല, ഞാനും വരും. അമ്മ പോവല്ലേ. ഈ മോക്ക് കരച്ചു വരും. ഈ മോള് ഒന്നും കഴിക്കൂല. ഓ, എന്റെ മരുമകൻ പറഞ്ഞെങ്കിൽ ശരി. പക്ഷേ നീ അത് പറഞ്ഞപ്പോൾ എനിക്ക് സഹിച്ചില്ല. ഞാൻ എന്തു തെറ്റാ ചെയ്തത്? അപ്പോഴെന്തോ ദേഷ്യത്തിന്? ഞാൻ നിന്റെ അമ്മയല്ലേ, നിനക്ക് അങ്ങനെ പറയാൻ കഴിഞ്ഞല്ലോ. ആരെ കുറ്റം പറയാനാ? ഇപ്പോഴത്തെ സംസ്കാരം അങ്ങനെയല്ലേ. സ്വന്തം മക്കളെ കണ്ട് മരിക്കാമെന്ന മോഹം ഇവിടത്തെ അച്ഛനമ്മമാർക്കില്ല. ഇനി കൂടുതലൊന്നും പറയല്ലേ. ഈ സുന്ദൂട്ടിയോട് ക്ഷമിക്കണോ അമ്മേ? മാപ്പ്. നിന്നെ ചുമന്നൊരു ഗർഭപാത്രത്തിന്റെ ശാപമോ, നിന്നെ ചുമന്നൊരു ഗർഭപാത്രത്തിന്റെ ശാപമോ, മണ്ണിന്റെ ദുരിതമായി സ്ത്രീക്കു വിനാശമായി. ചേച്ചി, അവിടെ വന്ന് പ്ലാസ്റ്റിക് എടുക്കുന്നുണ്ട്. ധൈര്യമായിട്ടിരിക്കും, ഇപ്പൊ വരും. നിങ്ങൾക്ക് തരാനാ. അതവിടെ വെച്ചേക്കണം, നമ്മളെടുത്തോളാം. മക്കളെ, നിങ്ങൾ വന്നതുകൊണ്ട് ഇപ്പോൾ റോഡിലും കണ്ട ഇടങ്ങളിലും മാലിന്യം കാണുന്നില്ല. നമ്മൾ വിചാരിച്ചതുകൊണ്ട് മാത്രം ഈ നാട് നന്നാവില്ല അമ്മാവാ. ഇപ്പോൾ പരിസ്ഥിതി മലിനീകരണം തടയാൻ എന്തെല്ലാം പദ്ധതികളാണെന്നോ. വിദ്യാർത്ഥികൾ സ്കൂളുകളിൽ നിന്ന് മലിനീകരണം നിരുത്സാഹപ്പെടുത്തുവാനും നാടിന്റെ ശുചിത്വത്തിൽ പങ്കാളിയാവാനും വളരെ പ്രോത്സാഹനമാണ് നൽകുന്നത്. ഈ നാട് വൃത്തിയാവണമെങ്കിൽ നാട്ടുകാർ വൃത്തിയാവണം, അവരുടെ ചിന്ത ശുദ്ധമാവണം. അത് ഏറെക്കുറെ ശരിയായി വരുന്നുണ്ട്. നമുക്ക് കിട്ടുന്ന അംഗീകാരം അതിനൊരു തെളിവാണ്. ആത്മാഭിമാനത്തോടെ ജീവിക്കാൻ കഴിയുന്ന നമ്മുടെ സേവനം ലോക ശ്രദ്ധ പിടിച്ചു പറ്റിയിട്ടുണ്ട്. പിന്നെ അമ്മാവ് പോയില്ലേ? മാലിന്യം കുന്നുകൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗത്തിൽ നിന്നും മറ്റാരോഗ്യ പ്രശ്നത്തിൽ നിന്നും നമുക്ക് രക്ഷ നേടാൻ കഴിയുന്നത് ചവർ സംസ്കരണം ശരിയായ രീതിയിൽ നടക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ പറയാം അമ്മാവ. ഞാൻ പോകട്ടോ, പിന്നെ കാണാം. ശരി, ഇതുപോലെയുള്ളൊരു ചിന്തയാണ് ഈ നാടിന് വേണ്ടത്. നല്ല മനുഷ്യനല്ലേ? അതെ അതെ, പോകാം.
ലിംഗങ്ങളെ ഇല്ലാതാക്കാൻ നമ്മൾ മതി. അതിന് നമ്മൾ ഒരുമിച്ച് നിൽക്കണം. ഒരു പിന്തിരിപ്പനും അടുക്കില്ല. ഇവിടെ സ്വാഭാവികമായി ഒരു ചോദ്യം ഉയരാം. സ്ത്രീക്ക് ശത്രു ആരാണ്? സ്ത്രീയാണോ പുരുഷനാണോ? അത് നിങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ടാവും. ഇതിൽ നിന്നും ഒരു കാര്യം ഉറപ്പിക്കാം. സ്ത്രീ പുരുഷ സമത്വം തുടരുമ്പോൾ നമ്മുടെ നാട് പുരോഗതിയുടെ പടവുകൾ കയറുകയാണ്. അതുകൊണ്ട് മറ്റ് ലിംഗവൈജാത്യങ്ങളൊന്നുമില്ലാതെ നമുക്ക് ഏറ്റു പറയാം, നമ്മൾ ഒന്നാണ്.